കേരളത്തിൽ എവിടെയും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്നും അതിനായി സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുമെന്നും ഗതാഗത കമ്മീഷണർ CH നാഗരാജ് പറഞ്ഞു. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ എവിടെയും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്നും അതിനായി സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുമെന്നും ഗതാഗത കമ്മീഷണർ CH നാഗരാജ് പറഞ്ഞു. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ കളപ്പുര ഗസ്റ്റ് ഹൗസിൽ ചേർന്ന മോട്ടോർ വാഹന വകുപ്പ് അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വാഹന ഉടമയുടെ മേൽവിലാസമുള്ള RTO വേണമെന്ന നിബന്ധനയാണ് ഒഴിവാക്കിയത്. ഇതിനായി ഓരോ ജില്ലയിലെ നമ്പറുകൾ മാറ്റണം. ഇക്കാര്യങ്ങൾ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താനും സാങ്കേതികമായി പഠിക്കാനും ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. വാഹനം വാങ്ങുന്നവർക്ക് ഫാൻസി നമ്പർ വേണമെന്ന് പറഞ്ഞാൽ ഇനി നടക്കില്ല. ഇക്കാര്യങ്ങളടക്കം പരിശോധിച്ച ഒരു ടെസ്റ്റ് എന്ന നിലയിൽ പരീക്ഷിച്ച ശേഷം മാത്രമേ ഇത് നടപ്പാക്കൂ. റോഡിൽ സുരക്ഷ കൂട്ടാൻ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കും. പുതുവർഷ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പരിശോധന നടത്തും. കളർകോട് വാഹനാപകടത്തിൽപ്പെട്ട കാറിന് 14 വർഷത്തെ പഴക്കമുണ്ട്. സ്വകാര്യ ആവശ്യത്തിന് വാങ്ങിയ വാഹനം മറ്റൊരാൾക്ക് നൽകുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ്. റെന്റ് കാർ നൽകാൻ നിയമമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് മന്ത്ലി കോൺഫറൻസ് ആണ്. പക്ഷേ നമ്മുടെ ആലപ്പുഴയിലെ ഈ മന്ത്ലി കോൺഫറൻസ് വെച്ചതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു റോഡ് സേഫ്റ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓഫീസേഴ്സിനെ നമുക്ക് റോഡ് സേഫ്റ്റി എങ്ങനെ കൂട്ടാൻ പറ്റും, എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ കൂട്ടാൻ പറ്റും, അതർവൈസ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എന്തായാലും വണ്ടിയുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ആയാലും റോഡ് സേഫ്റ്റിനെ ഇംപിഞ്ച് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാൻ പറ്റും എന്നുള്ള ഒരു അവലോകനമായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. ഈ വാഹനങ്ങൾ ഇനി എല്ലാ സ്ഥലത്തും രജിസ്റ്റർ ചെയ്യാമെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. അക്കാര്യം സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് തീരുമാനമായോ? നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ യൂണിഫൈഡ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സ്റ്റേറ്റ് മൊത്തം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കൊണ്ടുവരണമെങ്കിൽ, കാരണം ഓരോ ജില്ലയ്ക്ക് ഓരോ സ്പെസിഫിക് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് മൊത്തം നമ്മൾ യൂണിഫൈഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി. എങ്ങനെ നമുക്ക് യൂണിഫൈഡ് നമ്പർ, കാരണം കുറച്ച് ആൾക്കാർക്ക് ഫാൻസി നമ്പേഴ്സ് വേണം, എല്ലാവർക്കും 01 തന്നെ വേണം, എല്ലാവർക്കും 07 തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കണം എന്ന സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്ത് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് ഇംപ്ലിമെന്റേഷൻ എങ്ങനെ ചെയ്യണം നമുക്ക് തീരുമാനിക്കാം. അത് NIC ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സോ NIC ആയിട്ട് നമ്മൾ വി ആർ ഇൻ ടച്ച്. സോ ദേ വിൽ ഡു ഇറ്റ് ഫാസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഓണറബിൾ ഹൈക്കോർട്ട്സ് ഡയറക്ഷൻ. സോ ദേ വിൽ പുട്ട് ഓൾ ദെയർ റിസോഴ്സസ് ആൻഡ് മൈൻഡ്സ് ആൻഡ് വിൽ ഹാവ് ടു ഡു ഇറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല. നമ്മളൊരു അൺതിങ്കിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് പ്രശ്നങ്ങൾ വരാൻ പാടില്ല. സോ അതുകൊണ്ട് നമ്മളൊരു ടെസ്റ്റിംഗ് ചെയ്യും. ആദ്യം ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ട് വേണം പിന്നെ ഒരു ആക്ച്വൽ വെർഷൻ ഇറക്കേണ്ടത്. അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഐ കനോട്ട് ഗിവ് എ ടൈം ലൈൻ, ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി കംപ്ലൈ വിത്ത് ദ ഓണറബിൾ കോർട്ട്സ് ഓർഡർ. ഇറ്റ്സ് എ വെരി പ്രോഗ്രസീവ് കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ.